إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي لغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനേറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനിടയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, ഞാൻ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, അത് ഏറ്റെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും അതിനു കഴിയില്ലെങ്കിൽ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നവരാരാണുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി. വിജ്ഞാനത്തിൽ അതീവ തൽപരനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയുകയുണ്ടായി, പ്രവാചകരെ, ഞാൻ ഏറ്റെടുക്കാം, എന്നെ ഏൽപ്പിച്ചാലോ? പ്രവാചകൻ അദ്ദേഹത്തെ അടുക്കലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മാത്രമായല്ല, നേരെ മറിച്ച് അതീവ ഗൗരവമേറിയിരിക്കുന്ന 5 കാര്യങ്ങൾ വസിയത്തായി ഈ ഉമ്മത്തിന് നൽകുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ വസിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിക്കുന്ന ആ ഹദീസ് ഇപ്രകാരമാണ്: അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖുദു മിന്നി 5 ഖിസാലിൻ ഫയഅമലു ബിഹിൻ ഔ യുഅല്ലിമുഹുൻ മൻ യഅമലു ബിഹിൻ. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനിടയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മൻ യഖുദു മിന്നി 5 ഖിസാലിൻ ഫയഅമലു ബിഹിൻ. സുപ്രധാനമായിരിക്കുന്ന 5 കാര്യങ്ങൾ
എന്നിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ തയ്യാറുള്ളവരാരാണ്? വീണ്ടും പ്രവാചകൻ ചോദിക്കാൻ, ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിൻ, ഇനി അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും തയ്യാറുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പം അബൂ ഹുറൈറ പറയാൻ, ഖുൽതു, ഈ സമയത്ത് ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, പ്രാവർത്തികമാക്കിക്കൊള്ളാം, അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമെന്നാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിന് പിടിക്കുകയും എന്നിട്ട് 5 കാര്യങ്ങൾ എണ്ണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസിയത്ത് എന്ന രൂപത്തിൽ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന 5 കാര്യങ്ങളെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. വഖാല, എന്നിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, നീ ഹറാമുകളെ സൂക്ഷിക്കുക എങ്കിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനായി നീ മാറാം. അതാണ് ഒന്നാമത്തെ വസിയത്ത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതല്ല പ്രാധാന്യമുള്ളത്. നേരെ മറിച്ച് നിർബന്ധമായിരിക്കുന്ന ഇബാദത്തുകൾക്ക് ശേഷം പിന്നീട് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് ഹറാമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏതൊരു വസ്തുവിന്റെയും ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം തന്റെ വസ്തുവിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി അവന് ചില ഹിമകളുണ്ടാകും, വേലികളുണ്ടാകും. അള്ളാഹുവിന്റെ വേലി എന്ന് പറയുന്നത് മഹാരിമുല്ല, അള്ളാഹുവിന്റെ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് എത്തി നോക്കാൻ പോലും ഒരു വിശ്വാസി പാടില്ലാത്തതാണ് എന്നാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം ഈ സമൂഹത്തിന്, ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് നിഷിദ്ധങ്ങളുണ്ട്. ആ നിഷിദ്ധങ്ങളിലേക്ക് സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നാണ്. മഹാനായിരിക്കുന്ന ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയുന്നുണ്ട്, മാ അബദൽ ആബിദൂന ബിശൈഇൻ അഫ്ളല മിൻ തർകി മാ നഹാഹുമുല്ലാഹ് അൻ. ഒരു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനും ഇബാദത്തുകൾ നിർവഹിക്കുന്നില്ല. അഫ്ളല മിൻ തർകി മാ നഹാഹുമുല്ലാഹു അൻ, അള്ളാഹു അവനെ വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാളും വലിയ ഇബാദത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹറാമാകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നിർബന്ധമായിരിക്കുന്ന 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരാണ്, വിത്ർ നിസ്കരിക്കുന്നവരാണ്, അതുപോലെയുള്ള ഒരുപാട് സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ സുന്നത്തായിരിക്കുന്ന നോമനുഷ്ഠിക്കുന്നവരുണ്ടാകും. ദിക്റുകളും ദുആകളും പരിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളും തുടങ്ങിയിരിക്കുന്ന ഒട്ടനേകം നവാഫിലുകൾ, സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും ശ്രദ്ധ കാണിക്കേണ്ടത് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് 5 നേരം നിസ്കരിക്കുന്ന അതേ മനുഷ്യൻ തന്നെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും ഗൗരവമായ പാപമായി പഠിപ്പിക്കപ്പെട്ട ഏതെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളിലെ ഒരു അല്പം പോലും ലജ്ജയില്ലാതെ പ്രവർത്തിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും. അതേ അവസരത്തിൽ വ്യഭിചാരം പോലെയുള്ള, അതുപോലെ തന്നെ അശ്ലീലതകൾ കാണുകയും കേൾക്കുക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങള്, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഗീബത്ത്, നമീമത്തുകള്, സാമ്പത്തികമായിരിക്കുന്ന ഒരുപാട് തിന്മകള്, വ്യക്തി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ കഴിയാതിരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരായി പലപ്പോഴും ഈ സൊസൈറ്റിയിൽ, ഈ സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവനൊക്കെ സ്വന്തത്തിൽ വിശ്വസിക്കുന്നത് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷേ ഒരു വിശ്വാസി നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തേണ്ടത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലൈസത്തി തഖ്വാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ, രാത്രികാലത്ത് ദീർഘമായ തഹജ്ജുദ് പോലെയുള്ള നിസ്കാരം നിർവഹിക്കുന്നതിലോ സുന്നത്തായിരിക്കുന്ന നോമനുഷ്ഠിക്കുന്നതിലോ അല്ല തഖ്വയുള്ളത്. വലാകിന്ന തഖ്വ അദാഹു മഫ്തറല്ലാഹ് വതറക മാ ഹറമല്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന ഇബാദത്തുകൾ നിർവഹിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യലാണ് എന്നാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അയറാബിയായിരിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ പ്രവാചകനെ വിളിച്ചോണ്ട് ചോദിക്കാൻ, എന്റെ റബ്ബ് എന്നോട് എന്തെല്ലാമാണ് കൽപ്പിച്ചിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായിരിക്കുന്ന നിസ്കാരം തുടങ്ങി നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ നിർബന്ധമാക്കിയിരിക്കുന്ന കർമ്മങ്ങൾക്ക് പുറമെ ഒരു സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങൾ പോലും ഞാൻ നിർവഹിക്കുകയില്ല എന്ന്. തിരിഞ്ഞു പോകുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നിർബന്ധമായിരിക്കുന്ന ഇബാദത്തുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുമെങ്കിൽ, സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇല്ല എങ്കിൽ അവന്റെ ഇബാദത്തുകൾ കൊണ്ട് പരലോകത്ത് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഹദീസുകളിലൂടെയും അസറുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചിരിക്കുന്ന സൂറത്തുൽ അഅറാഫിന്റെ വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ഹറാമാക്കിയിരിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഖുൽ, പ്രവാചകരെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, പറയണം. എന്ത്? ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ ആ നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫവാഹിഷുകളാണ്, വൃത്തികേടുകളാണ്. മാ ളഹറ മിൻഹാ വമാ ബത്തൻ, ഒന്നുകിൽ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, അതല്ലെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് വലിയ തിന്മ വരുത്തി വെക്കുന്നതായിരിക്കുന്ന ഫവാഹിഷുകൾ മാത്രമാണ്. വൽ ഇത്മു, അതുപോലെ തന്നെ പാപങ്ങളുമാണ്. വൽ ബഗി, അതുപോലെ തന്നെ അതിക്രമങ്ങളാണ്. ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവും കൂടാതെയുള്ള കയ്യേറ്റങ്ങളാണ്, അല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന രൂപത്തിൽ ഉപദ്രവിക്കലാണ്. വഅൻ തുശ്രികൂ ബില്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹുവിൽ എല്ലാ നിലക്കും ഏത് ചെറുതായിരിക്കുന്ന രൂപത്തിലാണെങ്കിലും റബ്ബിൽ ശിർക്ക് വെക്കുക എന്നുള്ളതാണ്. മാലം യുനസ്സിൽ ബിഹി സുൽത്താന, യാതൊരു തെളിവുമില്ലാത്ത രൂപത്തിലും അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അതുപോലെ തന്നെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാഉ സിഫാത്തുകളിലോ ഒക്കെ പങ്കുചേർക്കുക എന്നുള്ളതുമാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അതുപോലെ തന്നെ നിങ്ങൾക്കറിവില്ലാത്തൊരു കാര്യം ദീനിന്റെ വിഷയത്തിൽ, റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ കളവ് പറയലുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മത്തിന് ഹറാമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹറാമുകൾ, നിഷിദ്ധങ്ങൾ എന്ന് പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. ഹറാമുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ, ഹലാലാണ് ഏറ്റവും അധികമുള്ളത്. ആ ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് നഷ്ടങ്ങളില്ല എന്ന് മാത്രമല്ല വലിയ ഗുണമായിരിക്കും ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട്, ഇത് നീ ഏറ്റെടുക്കണം, ഇതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അതിന് കഴിയില്ല എങ്കിൽ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ വസിയ്യത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിരിക്കുന്നത് ഇത്തഖി മഹാരിമില്ലാഹ്, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്ന കാര്യങ്ങളെ നീ സൂക്ഷിക്കണമെങ്കിൽ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്? തകുൻ അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവൻ, റബ്ബിനെ ആരാധിക്കുന്നവൻ നീയായി തീരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിനീതരായിരിക്കുന്ന ദാസങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുവാനും തന്നെയാണ്. അതാകണമെന്നുണ്ടെങ്കിൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് എന്ന് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട്, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അള്ളാഹു നിനക്ക് വിധിച്ചിട്ടുള്ളത്, ഭാഗിച്ചു നൽകിയിട്ടുള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടുക എന്നാണ്. ഏത് കാര്യങ്ങള്? ഏതെല്ലാം ഉണ്ടോ എല്ലാം തന്നെ. നിന്റെ സൗന്ദര്യമായിരുന്നാലും, നിന്റെ ആരോഗ്യമായിരുന്നാലും, നിന്റെ സമ്പത്താണെങ്കിലും, നിന്റെ കുടുംബമാണെങ്കിലും, ജീവിതത്തിന്റെ മറ്റെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ റബ്ബ് എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഗിന എന്ന് പറയുന്നത് ലൈസത്തിൽ ഗിന അൻ കസറത്തിൽ അർള്, ജീവിത വിഭവങ്ങൾ ഒരുപാടുള്ള അവസ്ഥക്കല്ല സത്യത്തിൽ ധന്യത എന്ന് പറയുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. ധനികൻ എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ളവൻ, ജീവിത വിഭവങ്ങൾ ഒരുപാടുള്ളവൻ,
സുന്ദരമായിരിക്കുന്ന വീടും ചുറ്റുപാടുകളും ഉള്ളവനെയാണ് ഗനിയ് അഥവാ ധന്യൻ, ധനികൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ധനികൻ എന്ന് പറയുന്നത് റബ്ബ് നൽകിയത് കൊണ്ട് ജീവിതത്തിൽ സംതൃപ്തി അടയുവാനും മറ്റൊന്നിനെ കുറിച്ച് ആഗ്രഹിക്കാതെ ജീവിക്കാനും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭൗതികമായ നിലയിൽ പോലും ധനികൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒന്നിനും ആവശ്യമില്ലാത്തവൻ, എല്ലാം തികഞ്ഞവൻ. അവനൊന്നും ആവശ്യമല്ല, വേറെ ആളെ പണത്തിന്റെ ആവശ്യമില്ല, മറ്റൊന്നും ആവശ്യമല്ല. പക്ഷെ ദുനിയാവിലെ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം എത്ര സമ്പത്തുണ്ടായാലും വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ റബ്ബ് തനിക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ തൃപ്തിപ്പെടാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ, അള്ളാഹു തനിക്ക് വിധിച്ചത് ഇതാണെങ്കിൽ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിന് സാധിച്ചാൽ അവനാണ് ഏറ്റവും വലിയ ധനികൻ എന്ന് പറയുന്നത് എന്നാണ്. പ്രവാചകന്റെ സഹാബത്തടക്കമുള്ള മുൻഗാമികളായ സച്ചരിതരായിരിക്കുന്ന ആളുകളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ സുന്ദരമായിരിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായിരിക്കുന്ന ജീവിതം. പട്ടിണി പാവങ്ങളായിരുന്നു പലപ്പോഴും അവര്. പ്രവാചകന്റെ സഹാബത്തിൽ ഏതാനും ചില ആളുകൾ മാത്രമാണ് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളുടെ ഗണത്തിൽപ്പെട്ടിരിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പട്ടിണി പാവങ്ങളായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷം പൂർണ്ണമായിരുന്നു. ടെൻഷനുകളില്ലാത്ത സുന്ദരമായിരിക്കുന്ന ജീവിതം ജീവിച്ചു തീർത്തവരാണ് മുൻഗാമികളായിരിക്കുന്ന സച്ചരിതരായിരിക്കുന്ന മുൻഗാമികൾ. എന്തേ കാരണം? അള്ളാഹു തങ്ങൾക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറായി എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ലൗ കാന ലിബ്നി ആദമ വാദിയാൻ മിൻ ദഹബ്, ഒരു 2 താഴ്വര നിറയെ സ്വർണം ലഭിച്ചാലും വീണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹമായിരിക്കും. അത്യാർത്ഥിയാണ് മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവന്റെ മനസ്സിൽ പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കാനും കാരണമാകുന്നത് അത്യാഗ്രഹങ്ങളാണ്. അവിടെയാണ് പ്രവാചകന്റെ ഈ ഉപദേശത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക്, നീ അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. തകുൻ അഗ്നൻ നാസ്, എങ്കിൽ നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധനികനായി മാറാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ പണിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്നല്ല. ആഗ്രഹിക്കുകയും ഹലാലായിരിക്കുന്ന മാർഗത്തിലൂടെ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലൊക്കെ പരിശ്രമം നടത്തുകയും ചെയ്യാവുന്നതാണ്. പക്ഷേ അത് സാധിക്കുന്നില്ല, എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ നിരാശപ്പെടേണ്ടതില്ല. എന്റെ റബ്ബ് ഇതാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്, ഇതുകൊണ്ട് എനിക്ക് പരലോകത്ത് എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചായിരിക്കണം ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ രണ്ടാമത്തെ ഉപദേശം, അള്ളാഹു തങ്ങൾക്ക് എന്താണോ പകുത്തു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വഹ്സിൻ ഇലാ ജാരിക് തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നന്നായിരിക്കുന്ന രൂപത്തിൽ പെരുമാറുക, എങ്കിൽ നീ യഥാർത്ഥ വിശ്വാസിയായി തീരുമെന്നാണ്. അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്, പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കേണ്ടായി, പ്രവാചകരെ, ദുല്ലനി അലാ അമലിൻ ഇദാ അമൽതു ബിഹി ദഖൽതുൽ ജന്ന, പ്രവാചകരെ എനിക്കൊരു കർമ്മം നിങ്ങൾ പറഞ്ഞു തരണം, ഒരു കാര്യം നിങ്ങൾ അറിയിച്ചു തരണം, അത് ഞാൻ പ്രാവർത്തികമാക്കിയാൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് ഒരു മനുഷ്യൻ, ഒരു സഹാബി പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കണ്ടായി, കുൻ മുഹ്സിന, നീ സുഹൃതം ചെയ്യുന്നവനാവുക, നന്മ ചെയ്യുന്നവനാവുക, മുഹ്സിനായി തീരുക എന്നാണ്. ഈ സഹാബിക്ക് വീണ്ടും സംശയമായി, പ്രവാചകനെ, ഞാൻ എങ്ങനെയാണ് നന്മ മുഹ്സിനായിട്ടുള്ളവൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുക? കൈഫ അഅലമു അന്നി മുഹ്സിൻ, ഞാൻ എങ്ങനെയാണ് മുഹ്സിനാണോ അല്ലേ എന്ന് എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുക? ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ ജീറാനക്, നിന്റെ അയൽവാസിയോട് നിന്നെ കുറിച്ച് നീ ചോദിക്കുക. ഫൈൻ ഖാലു ഇന്നക മുഹ്സിനുൻ വ അൻത മുഹ്സിൻ, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നീ തരക്കേടില്ലാത്തവരാണ്, നന്മയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നീ നന്മയുള്ളവനാണ്, അത് മാത്രം മതി നിനക്ക് സ്വർഗം നേടിയെടുക്കാൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും അയൽവാസികള് നമ്മെ പുകഴ്ത്തി പറയുന്നത് മാറ്റിവെച്ചാൽ മറ്റൊരാൾ നമ്മെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തു ഹൈറുണ്ട്, എന്തു നന്മയുണ്ട് നമ്മെക്കുറിച്ച് പറയാൻ? കാരണം അത്രമാത്രം പെരുമാറ്റത്തില് അവരുമായുള്ള ഇടപാടുകളിൽ നമുക്ക് സഹകരിക്കുവാനും കഴിയുന്നില്ല. പലപ്പോഴും നിസാരമായിരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ പോലും പകപോക്കലുകളും വിദ്വേഷങ്ങളും അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കലുകളുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മുഅ്മിനായി തീരണോ, പരിപൂർണ മുസ്ലിമായി തീരണോ, മുഅ്മിനായി തീരണോ, എങ്കിൽ
നിന്റെ അയൽവാസിയോട് നീ നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നെ അയൽവാസിയുടെ വിഷയത്തിൽ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അയൽവാസിക്ക് ഇന്നത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, ഇങ്ങനെ പെരുമാറരുത് എന്ന് തുടങ്ങിയിരിക്കുന്ന രൂപത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു, നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം എന്റെ സ്വത്തിൽ എന്റെ മരണത്തിന് ശേഷം അയൽവാസികൾ കൂടെ പങ്ക് കൊടുക്കേണ്ടി വരുമോ, അവർ തന്നെ അനന്തരമെടുക്കുമോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിൽ പോലും ഉപദേശിക്കാൻ ആ വിഷയത്തിൽ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അയൽവാസിയുമായുള്ള ബന്ധം അത്ര ഗാഢമായിരിക്കണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പലപ്പോഴും നമ്മുടെ അയൽവാസി ആരാണ്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ട്, അവരുടെ ജോലി എന്താണ്, അവരുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. മതിൽ കെട്ടുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്, പരസ്പരമുള്ള ബന്ധങ്ങളില്ല. ഇവിടെയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് ഉപദേശമായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അഹ്സൻ ഇലാ ജാരിക് തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നന്നായ രൂപത്തിൽ നീ അവനോട് പെരുമാറണം, എങ്കിലേ നിനക്ക് തീർച്ചയായും മുഅ്മിനായി തീരാൻ കഴിയുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ ഒട്ടനേകം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ഒരു അമാനത്ത് കൂടെയാണ്. നമുക്കറിയാലോ, തൊട്ടടുത്ത വീട്ടുകാർക്കാണ് തന്റെ അയൽവാസിയുടെ പോരായ്മകളെയും ഗുണങ്ങളെയും അടുത്തറിയാൻ കഴിയുക. പലപ്പോഴും സ്വന്തം തൊട്ടടുത്ത വീട്ടിലെ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ മോശമായിരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തറിയുന്നത് അയൽവാസികളെ കൊണ്ടായിരിക്കും, അല്ലെ? അവിടെയാണ് അവർ നമ്മുടെ അയൽവാസിയാകുമ്പോൾ ഒരു അമാനത്ത് അറിയാതെ ഒരു വിശ്വാസിയിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. അവന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുവാനോ പുറത്തു പറയാനോ പാടില്ല. അവന്റെ ന്യൂനതകള് പുറത്തു പറയാതിരിക്കുക എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കപ്പെടേണ്ട വിഷയമാണ്. ഏതാണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാമത്തെ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടെ ആയിരിക്കണം എടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നോക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് അബൂ ഹുറൈറയെ വിളിക്കുകയും കൈ പിടിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടെയും വലിയ ബാധ്യത ഏൽപ്പിക്കുന്നത് പോലെയും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ മാത്രമേ പരലോകത്ത് നാം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്കും വിജയത്തിലേക്കും നമുക്ക് നടന്നെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്റെ ഇത്തരം വസീയത്തുകളെ ഗൗരവത്തിൽ മനസ്സിലാക്കി ആ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞ് അങ്ങേയറ്റത്തെ വസിയത്ത് എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിലെ നാലാമത്തെ ഉപദേശം എന്ന് പറയുന്നത്, പ്രവാചകൻ പറഞ്ഞു, വഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ. നേരത്തെ പറഞ്ഞ് മുഅ്മിനായി തീരണമെന്നുണ്ടെങ്കിൽ അയൽവാസിയായിരിക്കുന്ന ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയെങ്കിൽ നീ മുഅ്മിനായി തീരും. നമ്മൾ മുസ്ലിമായി തീരണമെങ്കിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് വഹിബ്ബ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടണം, മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാണോ അത് മറ്റുള്ളവന് വേണ്ടിയും ഇഷ്ടപ്പെടണമെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ്. വിശ്വാസികൾ ഏകോദര സഹോദരന്മാരാണ് എന്നാണ്. അത് കേവലം ആലങ്കാരികമായിരിക്കുന്ന ഒരു പ്രയോഗമല്ല. സ്വന്തം ജ്യേഷ്ഠനെയും അനുജനെയും യഥാർത്ഥ സ്നേഹബന്ധത്തിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ പരിഗണിക്കുന്നത്, അതേ രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസി മറ്റെല്ലാ വിശ്വാസികളെ കുറിച്ചും ആലോചിക്കേണ്ടത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ പോരാ, എന്റെ സഹോദരൻ വിശ്വാസിയായിരിക്കുന്ന ആ സഹോദരനും ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ അവന്റെ ബിസിനസ്സുകളും അവന്റെ കച്ചവടങ്ങളും അവന്റെ കുടുംബങ്ങളും അവന്റെ അവസ്ഥയും എല്ലാം നന്നായി തീരണം. എനിക്ക് പ്രയാസം ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവനും പ്രയാസം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കണം. അപ്പോഴാണ് പരസ്പരം സഹായിക്കുവാനും സഹകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് പ്രയാസമുണ്ട് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് വലിയൊരു പ്രയാസം തോന്നാത്തത്? ഈ പറയപ്പെട്ടതുപോലെ നാം ആഗ്രഹിക്കുന്ന സംഗതി അവരും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം പൂർണ്ണമാകാൻ കഴിയില്ല എന്നാണ്. പ്രിയപ്പെട്ടവളെ, വളരെ ഗൗരവത്തോടു കൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തെ എണ്ണിയിരിക്കുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും
വിശ്വാസിയായി തീരുകയില്ല എന്ന് പറഞ്ഞതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, നീ നിന്റെ വിശ്വാസിയായി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായിരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ പറയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. സ്വന്തത്തിന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വിശ്വാസിയായ തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈമാനൊക്കെ എവിടെത്തി നിൽക്കുന്നു? പലപ്പോഴും മറ്റുള്ളവന്റെ വിശ്വാസിയായ തന്റെ സഹോദരന്റെ പരാജയത്തിൽ സന്തോഷിക്കുന്നവരായി നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകുമ്പോ, നഷ്ടമുണ്ടാകുമ്പോ, കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുമ്പോ, അതുപോലെ തന്നെ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോ അതിലൊക്കെ അറിയാതെ സന്തോഷം നമുക്ക് വരുന്നുവെങ്കിൽ നമ്മൾ മുനാഫിഖാൻ നിഫാഖിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു സംശയവും വേണ്ടതില്ല. കാരണം വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റാണത്. അവന്റെ പ്രയാസങ്ങൾ ദുഃഖിക്കുകയും അവന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യേണ്ടവനാണ്. പലപ്പോഴും നേട്ടമുണ്ടായി എന്ന് കാണുമ്പോ അതിൽ അസൂയ വരുന്നു, കോട്ടങ്ങൾ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്. ഏതാണെങ്കിലും നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് മുഅ്മിനാകുമെന്നാണ്. നീ നിന്റെ വിശ്വാസിയായിരിക്കുന്ന സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ മുസ്ലിമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഈമാൻ അതുകൊണ്ട് നീ പൂർണ്ണമാവുകയും ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ കാര്യം കൂടെയുണ്ട്, വലാ തുക്സിറിൽ ളഹിക് ഫഇന്ന കസറത്തുൽ ളഹിക തുമീതുൽ ഖൽബ്. പ്രവാചകൻ സ്വതങ്ങൾ പറയാൻ, വലാ തുക്സിറുൽ ളഹിക്, നീ ഒരിക്കലും ചിരി അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തുൽ ളഹിക്, ചിരിയുടെ ആധിക്യം എന്ന് പറയുന്നത് തുമീതുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ നാഗുമല്യതയെ നഷ്ടപ്പെടുത്തി അത് നിർജീവമാക്കി കളയും, അതിനെ കൊന്നുകളയുമെന്നാണ്. നമുക്കറിയാലോ, ഏറെ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തില് ചിരിപ്പിക്കുന്നതും സന്തോഷമുണ്ടാക്കുന്നതുമായിരിക്കുന്ന വീഡിയോസുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. സന്തോഷിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖൈറാണ്, സ്വതക്കയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിരിപ്പിക്കുക എന്നുള്ളതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ചിരിയുടെ പ്രത്യേകത പുഞ്ചിരിയായിരുന്നു. ഒരിക്കലും അട്ടഹസിച്ച് ശബ്ദം പുറത്തു വരുന്ന രൂപത്തില്, നമ്മുടെ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ ചിരിക്കുന്ന ഒരവസ്ഥ ഒരു മുഅ്മിന് ഭൂഷണമല്ല. പ്രവാചകൻ ചിരിച്ചിട്ടില്ല എന്നാണ്. പലപ്പോഴും അങ്ങനെയാണ്. നമുക്കറിയാലോ, ഒരു ദിവസം മൊബൈൽ നോക്കി ഭ്രാന്തന്മാരെ പോലെ ചുറ്റുമുള്ള പരിസരബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അത് വാഹനത്തിലാണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും അട്ടഹസിച്ച് ചിരിക്കുന്നവരായി നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. കാരണം അതിനു വേണ്ടിയിട്ട് എത്ര സമയമാണ് നമ്മൾ ചെലവാക്കുന്നത്, അത്തരം ആളുകൾക്ക് എത്ര സപ്പോർട്ടുകൾ നമ്മൾ നൽകുന്നത് അല്ലെ? ലൈക്കും കമന്റുകളും ഒക്കെ അടിച്ചുകൊണ്ട് ആ രൂപത്തിൽ ആളുകളെ സന്തോഷിപ്പിക്കാൻ എന്റർടൈൻമെന്റ് നടത്തുന്ന ആളുകൾക്ക് നിരന്തരമായിരിക്കുന്ന സപ്പോർട്ടുകൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ വിശ്വാസി അത്തരത്തിലാകാൻ പാടില്ല എന്നാണ്. ചിരി സന്തോഷം വരുന്ന സമയത്ത് മാത്രം ചിരിക്കേണ്ടതാണ്. ആ സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും തന്നെ ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളൊക്കെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയുന്നവനായിരുന്നു. ആ തമാശക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇസ്ലാമികമായിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് കളവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഒരു മനുഷ്യൻ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ ചിരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വല്ലതും പറയുകയാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയാണ് ആളുകളൊക്കെ നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചിരുന്നത്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി വല്ലതും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വൈലുൻ ലഹു വൈലുൻ ലഹു, അവന് നാശമാണ് എന്നാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്ന മനുഷ്യന്മാര് അവർക്ക് നാശമാണ് എന്നാണ്. വിശ്വാസി സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ ചിരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ഒരിക്കൽ ഗൗരവത്തോടുകൂടെ പറയുകയുണ്ടായി, യാ ഉമ്മത മുഹമ്മദ്, പ്രവാചകൻ വിളിക്കാൻ, ഏ മുഹമ്മദിന്റെ സമൂഹമേ, അഥവാ എന്റെ സമൂഹമേ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെങ്ങാനും അതിന്റെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലബകൈതും കസീറ വലലഹിതും ഖലീല, ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുള്ളൂ എന്നാണ്. പരലോകബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മരണം ഏതു സമയത്തും തന്നിലേക്ക് വരാമെന്ന് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടൊന്നും ചിരിക്കാൻ കഴിയില്ല. കാരണം നേരെ മറിച്ച് തന്റെ ചെയ്തികളെ കുറിച്ച്, തന്റെ പാപത്തെക്കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും താൻ ഒഴിവാക്കി വിട്ടിരിക്കുന്ന ബാധ്യതയെക്കുറിച്ച്
ബോധവാന്മാരായി അതിനെ സങ്കടപ്പെടുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയാണ് പ്രവാചകന്റെ ഈ 5 ഉപദേശങ്ങളും വിശ്വാസി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം സ്നേഹത്തോടുകൂടെയാണ് നോക്കൂ നിങ്ങൾ, എത്രമാത്രം സ്നേഹത്തോടുകൂടെയായിരിക്കും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, ആരുണ്ട് ഇത് പ്രവർത്തിക്കാൻ? ആ ചോദ്യത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. ആരുണ്ട് എന്നിൽ നിന്നും ഏറ്റെടുക്കാൻ, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ചോദിക്കാൻ. അതിന് കഴിയില്ല എങ്കിൽ ഇതനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും തയ്യാറുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ എണീച്ചു. മറ്റുള്ള ആൾക്കാരും തയ്യാറായില്ല എന്നല്ല, നേരെ മറിച്ച് ആദ്യം തന്നെ അദ്ദേഹം എണീച്ചു, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഈ ഉപദേശങ്ങളെല്ലാം സഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഏറ്റവും വലുതവർക്ക് പരലോകമായിരുന്നു, പരലോക നേട്ടമായിരുന്നു. അവിടങ്ങളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ബോധപൂർവമായിരിക്കുന്ന പരിശ്രമം നടത്തുന്നവരായിരുന്നു അവര്. ഹറാമുകളിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷേ ഭൗതികമായിരിക്കുന്ന പല നഷ്ടങ്ങളും ഉണ്ടാകും. എത്രമാത്രം എന്ന് ചോദിച്ചാൽ, ഹറാമാണ് എന്ന് പ്രത്യക്ഷത്തിൽ തെളിവുകളില്ലാത്ത വിഷയത്തിൽ നിന്നും മുതശാബിഹാത്തുകളായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും സഹാബത്ത് വിട്ടുനിൽക്കുമായിരുന്നു എന്നാണ്. അനുവദിക്കപ്പെട്ടതാകാം, എന്നാലും ശരി അതല്ല ഹറാമിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങൾ പോലും അടുക്കാത്തൊരു സമീപനമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ അള്ളാഹു തങ്ങൾക്ക് നൽകിയ ആ സൗന്ദര്യത്തിലും ആ ആരോഗ്യത്തിലും ആ സമ്പത്തിലും ആ കുടുംബാന്തരീക്ഷത്തിലും ആ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളിലുമെല്ലാം തന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ തൃപ്തിയടഞ്ഞ് റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും ഉന്നതിയിൽ നിൽക്കുന്ന ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കരുത്. നേരെ മറിച്ച് നിങ്ങളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ജീവിത വിഭവങ്ങൾ കുറഞ്ഞിരിക്കുന്ന ആളുകളിലേക്ക് നോക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നും. അൽഹംദുലില്ലാഹ് എനിക്ക് പട്ടിണിയില്ലല്ലോ, അൽഹംദുലില്ലാഹ് മാരകമായിരിക്കുന്ന രോഗങ്ങളില്ലല്ലോ, അൽഹംദുലില്ലാഹ് ചോർന്നൊലിക്കാതെ ശത്രുക്കളെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള അവസരമുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കഴിയുക അപ്പോൾ മാത്രമായിരിക്കും. ആ രൂപത്തിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അയൽവാസി ബന്ധങ്ങൾ, അവിശ്വാസിയായിരിക്കുന്ന അയൽവാസി പോലും വിശ്വാസിയുടെ അയൽപക്കത്തിന് വില കൽപ്പിച്ച, ഭൗതികമായിരിക്കുന്ന പണം വില ഈടാക്കിയിരിക്കുന്ന രൂപത്തിൽ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയാലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ അയൽവാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ വീട് വിൽക്കാൻ പോകുന്ന സമയത്ത് അധിക വില ചോദിച്ച സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര അധികം? ആ സമയത്ത് പറയാം, എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ് എന്നാണ്. ഇന്നത്തെ അവസ്ഥയോ, മുസ്ലിം ആയിരിക്കുന്ന അയൽവാസിയിൽ നിന്നും ഓടി മാറാൻ വേണ്ടി, അകന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതര വിശ്വാസികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ശരി, അയൽവാസി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ തന്റെ വിശ്വാസിയായിരിക്കുന്ന സഹോദരന് വേണ്ടി, അവന്റെ ഹൈറിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം അവനും കിട്ടണമെന്ന് ആഗ്രഹിക്കുക, അതിൽ സന്തോഷിക്കുക. അവന്റെ ബാധിക്കുന്ന തിന്മകൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ റബ്ബിനെ കുറിച്ച് ആലോചിച്ച്, പരലോകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുവാനും ജീവിതത്തിൽ കുറച്ചു മാത്രം ചിരിക്കുവാനും വേണ്ടി അവസരം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവാചകന്റെ നാവിലൂടെ നൽകിയിരിക്കുന്ന ഇത്തരം ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയ മുഴുവൻ മനുഷ്യന്മാർക്കും പരലോകത്ത് ഖൈറായിരിക്കുണ്ടാവുക. അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ അറിയിക്കുകയാണ്. പലപ്പോഴും ഇടയ്ക്കൊക്കെ സൂചിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ തെറ്റിപ്പോകും. നമ്മുടെ ജുമാ തുടങ്ങി കിട്ടാണ് മിക്ക ആളുകളും, നല്ല പകുതിയോളം ആളുകളും വരുന്നത് ജുമാ തുടങ്ങിയതിന് ശേഷമാണ്. ജുമാക്ക് നേരത്തെ വരുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഖുതുബയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പറയാനല്ല, റബ്ബിന്റെ അടുക്കൽ ഉദ്റില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നേരം വൈകുന്നതെങ്കിൽ പരലോകത്ത് വലിയ വില അതിന് കൽപ്പിക്കേണ്ടി വരും. അത് നമ്മൾ ഗൗരവത്തിലെടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നത് നമ്മുടെയൊക്കെ ഹൈറിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, സാമ്പത്തികമായി പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലാണെങ്കിലും കുറച്ചുകൂടെ ഒരു ജാഗ്രത കാണിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ആ വിഷയത്തിലും നമ്മുടെ ചിന്തയുണ്ടാവട്ടെ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട്, നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഹൈറിന്റെ മാർഗത്തിലേക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.